പത്തനംതിട്ട കുമ്പളയിൽ വർഗീയ രാഷ്ട്രീയത്തോടെ വിട പറഞ്ഞ 50-ലധികം യുവാക്കൾ ചെങ്കൊടിത്തണലിലേക്ക്. BJP RSS ബന്ധം ഉപേക്ഷിച്ച് CPIMലേക്ക് എത്തിയവരെ പാർട്ടി ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ നേതൃത്വത്തിൽ പാർട്ടി പതാക നൽകി സ്വീകരിച്ചു. അൻപതിലധികം യുവാക്കളാണ് വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് CPIMൽ ചേർന്നത്. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് യുവാക്കൾ പാർട്ടിയിലേക്ക് എത്തിയതെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. യുവജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് DYFIയും ഇടതുപക്ഷമാണെന്ന് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. മറ്റ് വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ യുവജനങ്ങളുടെ താല്പര്യങ്ങൾ ഇപ്പോൾ തന്നെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ഒഴിവുകളുണ്ടിട്ട് അതൊന്നും തന്നെ നികത്തുന്നില്ല. റെയിൽവേയിലുണ്ട്, കേന്ദ്ര സർവീസിലുണ്ട്. യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് യുവജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന DYFIയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചത്. യുവാക്കൾക്ക് നൽകിയ സ്വീകരണ യോഗം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ല രൂപീകൃതമാകുമ്പോൾ അന്ന് കോൺഗ്രസിലെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവ് പറഞ്ഞത്, മലപ്പുറം ജില്ല ലീഗിന് എങ്ങനെയാണോ അതുപോലെയാണ് പത്തനംതിട്ട ജില്ല കോൺഗ്രസിന് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് പത്തനംതിട്ട ജില്ല 5 നിയോജക മണ്ഡലങ്ങളുള്ള പത്തനംതിട്ട ജില്ല കേരളത്തിൽ ഒരേ ഒരു ജില്ല മാത്രമേ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ചെങ്കൊടി പാറിയിട്ടുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പത്തനംതിട്ട ജില്ലയാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. ധാരാളമായിട്ടുള്ള ഒരുപാട് ആളുകൾ പുരോഗമന പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ജനപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ്. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ് CPIM. അതിനാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നതെന്ന് CPIMലേക്ക് പുതിയതായി എത്തിയവർ പറഞ്ഞു. പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഓമല്ലൂർ ശങ്കരൻ, കോന്നി ഏരിയ സെക്രട്ടറി ശ്യാംലാൽ, KU ജനീഷ് കുമാർ MLA, പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാൻ T സക്കീർ ഹുസൈൻ, ബാബു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.